രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറയും. ജനങ്ങൾക്ക് സന്തോഷകരമായ ബജറ്റാണ് വരാൻ പോകുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മീഡിയ വൺ നയതന്ത്രത്തിൽ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ അടക്കമുള്ള വാഗ്ദാനങ്ങളിൽ പോസിറ്റീവായി നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് ധനമന്ത്രി സൂചന നൽകി. ബജറ്റിന് മുൻപ് തന്നെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്നതായി അവകാശപ്പെടുന്ന ധനമന്ത്രി താൻ നേരിട്ടത് മറ്റൊരു ധനമന്ത്രിയും നേരിടാത്ത വെല്ലുവിളിയാണെന്നുകൂടി പറഞ്ഞുവെച്ചു. റണ്ണൌട്ട് ആവുമോ? ഞാൻ പറഞ്ഞു റണ്ണൌട്ട് ആവില്ല. കാരണം ജനങ്ങളെ മുന്നേ നിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വളരെ വലിയ സ്ട്രഗിളാണ്. സാധാരണഗതിയിലൊരു കേരളത്തിലെ ഇതുവരെയുള്ള ധനകാര്യമന്ത്രിമാരും ഗവൺമെന്റുകളും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കലാണ് നടന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരുത്തിയില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് കെ.എൻ. ബാലഗോപാൽ തന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തൊട്ടുമുന്നിൽ. അതിനാൽ എല്ലാം ജനപ്രിയമായിരിക്കുമെന്നുറപ്പ്. അക്കാര്യം മറച്ചുവെക്കുന്നില്ലെന്ന് ധനമന്ത്രി. ജനങ്ങൾക്ക് സന്തോഷകരമായ കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും തുടരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. ചെലവ് കുറയ്ക്കാതെ കരുതലോടെ മുന്നോട്ടു പോയെന്നാണ് തന്റെ കാലത്തെ മന്ത്രി സ്വയം അടയാളപ്പെടുത്തുന്നത്. പ്രഖ്യാപനത്തിലല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ. അല്ലാതെ വർഷങ്ങളോളം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഇരിക്കുന്നൊരു സമീപനമല്ല ഉള്ളത്. ഇന്ത്യയിലെ വാരിക്കോരി ലഭിക്കുന്ന സൗകര്യങ്ങൾ കിട്ടുന്ന സ്റ്റേറ്റുകളെക്കാളും മോശമാവാതെ അതിനേക്കാളും മെച്ചമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതിശക്തമായിട്ട് ഇനിയും നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു. തെരഞ്ഞെടുപ്പ് കാല ബജറ്റായതിനാൽ അധിക വിഭവ സമാഹരണത്തിനായി ജനങ്ങൾക്ക് മുകളിൽ ഭാരം അടിച്ചേൽപ്പിക്കാനാവില്ല. അതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം പണം കണ്ടെത്താനായി മന്ത്രി പുതിയ മാർഗങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നതാവും ഈ ബജറ്റിലെ സസ്പെൻസ്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ.